അപ്പോൾ ഇന്ന് നമുക്കൊരു കുട്ടി കുക്കിംഗ് വീഡിയോ ആയാലോ. നമ്മളുടെ റെസിപ്പി ബ്രോക്കലി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. എന്തായാലും ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി എൻ്റെ മോൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് കുറേ ദിവസമായി ചോദിക്കുന്നത് ബ്രോക്കലി വേണം, ബ്രോക്കലി വെച്ചിട്ട് എന്തെങ്കിലും ഒരു റെസിപ്പി ഉണ്ടാക്കി തരാം. കാരണം അവരുടെ കുറേ ഫ്രണ്ട്സുകളുണ്ട്, വാന്യ, മാന്യ, മറിയ, അങ്ങനെ എന്തൊക്കെയോ പേരുകളിൽ. ഈ ഫ്രണ്ട്സുകൾ എന്ന് പറയുമ്പോൾ സ്കൂൾ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഇവിടെ ഫ്ലാറ്റിലുള്ളവരോ അങ്ങനെയൊന്നുമല്ല കേട്ടോ, യൂട്യൂബിലുള്ള ഫ്രണ്ട്സുകളാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ അവൾ കാണുന്ന ചാനലുകളിലുള്ള കുട്ടികളാണ്. അപ്പോൾ ഇവർ കഴിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ എന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ മെയിനായിട്ടാണ് ബ്രോക്കലി. അപ്പോൾ ഈ ബ്രോക്കലി ഇതിന് മുമ്പും ഇതുപോലെ ചാനൽ കണ്ട് അവൾക്ക് ഭയങ്കര കൊതിയായിട്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ട് ഉണ്ടാക്കി കൊടുത്തു. അത് വായിലേക്ക് വെച്ചാലും സ്പീഡിൽ ഇങ്ങോട്ട് എനിക്ക് തുപ്പി തന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ അതിന് പോയിട്ടില്ല, ഉണ്ടാക്കി കൊടുക്കാൻ വാങ്ങിക്കാറുമില്ല. അപ്പോൾ കുറേ ദിവസമായി എനിക്ക് ചെവിക്ക് തൊഴിലും തരാത്ത കാരണം കൊണ്ട് ഞാൻ വീണ്ടും വാങ്ങിയതാണ്. അപ്പോൾ വേഗത്തിലൊരു റെസിപ്പിയാണ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെ മസാലയൊക്കെ ചേർത്തൊന്നല്ല ആൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു. അവൾക്ക് ഇതുപോലെ പച്ച കളറിൽ വേണം. അപ്പോൾ ഈ സംഭവത്തിൻ്റെ പേരാണ് ബട്ടർ ഗാർലിക് ബ്രോക്കലി. അപ്പോൾ എനിക്ക് യൂട്യൂബിൽ വീഡിയോസൊക്കെ എടുത്ത് നോക്കി കണ്ട് ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല. കാരണം മോൻ്റെ സ്പോർട്സ് ഡേ ആയിരുന്നു. അപ്പോൾ എനിക്ക് വേഗം പോകണം. അതിൻ്റെ ഇടയിൽ കൂടെ ഇവള് ഇത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഉണ്ടാക്കിയതാണ് എൻ്റേതായിട്ടുള്ള രീതിയിൽ. പിന്നെ ആദ്യം നമുക്ക് ഈ ഒരു ബ്രോക്കലി ഒന്ന് കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ വേവിച്ചെടുക്കാം. വെള്ളം ചൂടാക്കിയിട്ട് അതിൽ ഞാൻ കുറച്ച് ഉപ്പിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് ബ്രോക്കലി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട്. എന്നിട്ടത് വെള്ളം വാരാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കൊരു വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട്, അതായത് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഫസ്റ്റ് ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഗാർലിക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഈ ഒരു ബ്രോക്കലി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് പെപ്പർ പൗഡറും കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കിയിട്ട് ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് ഒറിഗാനോ അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഈ ഒറിഗാനോ ചില്ലി ഫ്ലേക്സും ഒന്നും ഇല്ല തോന്നുന്നു ഈ ഒരു റെസിപ്പിയിൽ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ഒന്ന് ഒരു പീസ് എടുത്ത് കഴിച്ച് നോക്കിയപ്പോൾ ആ ഒരു പച്ചമണം പോലെ ഇങ്ങനെ വരുന്നുണ്ടായി. ചിലപ്പോൾ മോളിപ്രാവശ്യം വേസ്റ്റ് ആക്കിയാലോ എന്ന് വിചാരിച്ച് ഞാൻ അതും കൂടി ചേർത്താണ് കേട്ടോ. എനിക്കത് കഴിച്ചിട്ട് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. മോനും ഒരു പീസ് കഴിച്ചിട്ടാവും പറഞ്ഞു അവന് വേണ്ടാന്ന്. അതിൻ്റെ ടേസ്റ്റ് എനിക്കൊന്നും പിടിച്ചില്ല. പക്ഷെ മോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവൾ കഴിച്ചിട്ട് വീണ്ടും വന്ന് അമ്മ ഇനിയും ഉണ്ടോ എന്ന് ചോദിച്ച് വന്നേക്കായിരുന്നു. അതേ കണ്ട കഴിക്കുന്നത് ചൂടോടെ എടുത്ത് വായിലിട്ടിട്ടതാ പാകപ്പൊള്ളി വീണ്ടും തിരിച്ച് തുപ്പി. എന്നിട്ട് പിന്നെ എടുത്ത് ഫിനിഷ് ചെയ്തു സംഭവം. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും. അപ്പോൾ എന്തായാലും സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.